ശ്രീ എം എൻ കാരശ്ശേരി മാഷെ, ഈ പാർട്ടിക്ക് ഇത് എന്തു പറ്റി എന്ന തലക്കെട്ടിൽ അഡ്വക്കേറ്റ് അസ്കറിന് ഒരു വിയോജിപ്പുണ്ട്. നിലവിലെ ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു തലക്കെട്ട് അനുചിതമായിരുന്നു എന്നൊരു അഭിപ്രായം മാഷിനുണ്ടോ? എനിക്കില്ല ഗോപികൃഷ്ണൻ. എന്താ വെച്ചാൽ സി പി എമ്മിന് എന്തു പറ്റി എന്ന് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നേരത്തെ അതിനകത്തൊരു ഉൾപാർട്ടി ജനാധിപത്യം ഉള്ള പാർട്ടിയല്ല സി പി എം. പക്ഷേ അതിനകത്തുള്ള നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് ഭരണരംഗത്തുള്ള ആളുകളുടെയൊക്കെ അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത, അധാർമികത അതൊക്കെ വളരെയധികം മുഴുത്തിട്ട് ആ പാർട്ടിക്കകത്തുള്ള ആളുകൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ സംഭവങ്ങളുടെ ഒരു പരമ്പര എടുത്തു നോക്കൂ. ഇപ്പോൾ ഏറ്റവും അവസാനം പി ദിവ്യ പ്രതിയായ കേസ് എന്തുകൊണ്ടാണ് CBIക്ക് വിടാത്തത് എന്ന് ഒരു സാധാരണ CPMകാരന് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ചാനൽ ചർച്ചയിൽ ന്യായീകരണ തൊഴിലാളികൾ പറയുമ്പോൾ അവർക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കാഫർ സ്ക്രീൻഷോട്ടിൻ്റെ ആളെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് പറയാൻ പറ്റില്ല. ഇങ്ങനെ അപ്പോൾ ആരാണ് ഈ ട്രോളി ബാഗിൻ്റെ കണ്ടുപിടിച്ചത് ആരാണ്? ഇങ്ങനെ എല്ലാം യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാത്ത, പിന്നെ എക്സാലോജിക്ക് എന്ത് സേവനം കൊടുത്തിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1,72,00,000 രൂപ പ്രതിഫലം കിട്ടിയെന്നുള്ളതിന് മറുപടിയില്ല. അവരാ സ്ഥാപനം തുടങ്ങിയത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മയ്ക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരാ വിശ്വസിക്കാം? ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം പറയുന്നുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ മിക്കതിനും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. പല കാര്യങ്ങൾക്കും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷിക്ക് മറുപടിയില്ല. എങ്ങനെ മറുപടി ഇല്ലാതാകുന്ന ഒരു പാർട്ടിക്ക്? അപ്പോൾ ഈ തരത്തിൽ സ്വജനപക്ഷപാതം, ഇപ്പോൾ പാർട്ടി നേതാക്കന്മാരുടെ മക്കളൊക്കെ അവരാരും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരോ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, അവരൊക്കെ ബിസിനസ്സുകാരാണ്. CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കളും മരുമക്കളും ഒക്കെ ഉള്ളത് ബിസിനസ് രംഗത്താണ്. അവരൊക്കെ വലിയ പണക്കാരും ബിസിനസ്സുകാരുമാണ്. എല്ലാവരും അഴിമതിക്കാരാണെന്ന് ഞാൻ പറയില്ല, അവർ ബിസിനസ്സുകാരാണ്. അപ്പോൾ ഈ പാർട്ടിയുടെ അപജയം എന്ന് പറഞ്ഞ് പല രംഗത്തും ഇപ്പോൾ പാർട്ടിക്കകത്ത് എൻ്റെ കണക്കിന് പിണറായി വിജയൻ്റെ ആധിപത്യം വന്നതോടുകൂടിയാണ് ഈ അളവിൽ പാർട്ടി കെടാൻ തുടങ്ങിയത്. അത് VSനെ പൂർണ്ണമായി മാറ്റി നിർത്തി പിണറായിക്ക് ഒറ്റ കൈ, അതായത് മേൽക്കൈ കിട്ടിയപ്പോൾ എല്ലാ വിഭാഗീയതയും അവസാനിച്ചു. അപ്പോൾ എന്തായി? ഒരു പിണറായിസ്റ്റ് പാർട്ടിയായിട്ട് മാറി. ആ പിണറായിസ്റ്റ് പാർട്ടിക്ക് ഈ തരത്തിലുള്ള ധാർമ്മികമായ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ മാത്യു കുഴൽനാടൻ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ പച്ചക്കള്ളമാണ് എന്ന് ക്ഷോഭിച്ച് പറയുക, വേറൊരു കാര്യം ഒരാൾ ഉന്നയിക്കുമ്പോൾ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുക. VD സതീശൻ്റെ പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് ഉത്തരമില്ല, മറുപടിയില്ല. അപ്പോൾ ഇത് SFIയിലോ DYFIയിലോ ഒക്കെ ഉള്ള ചെറുപ്പക്കാർ പെരുമാറുന്ന രീതി, അതുപോലെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ വെക്കുമ്പോൾ യാതൊരു മാനദണ്ഡവുമില്ല. അവിടെ ആളുകൾക്ക് PhD കിട്ടുന്നതിന് മാനദണ്ഡമല്ല, അവിടെ അധ്യാപകരെ നിയമിക്കുന്നതിന് മാനദണ്ഡമല്ല. അതിലൊക്കെ പാർട്ടി സ്വജനപക്ഷപാതം കൊണ്ട് PSC ലിസ്റ്റിലൊക്കെ എന്തൊക്കെയാണ് വരുന്നത്? ഇതൊക്കെ ഇപ്പോൾ ഞാനിങ്ങനെ എണ്ണി പറയേണ്ട കാര്യമല്ല. അപ്പോൾ ഇതൊക്കെ ഈ ധാർമ്മികമായ അപജയം എന്ന് പറയുന്നത് ഏത് പാർട്ടിക്കകത്തും സാധാരണ ജനങ്ങൾ, പാവപ്പെട്ട ആളുകളാണ്, അവർ ധാർമ്മിക ബോധമുള്ളവരാണ്, അവരിതൊക്കെ സത്യമാണ്, നീതിയാണ്, നിത്യമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അവരുടെ മുമ്പിലാണ് ഇതൊക്കെ വരുന്നത്. ആ സ്ത്രീകളൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ കേട്ടില്ലേ? അവരുടെ സദാചാര ലംഘനത്തെപ്പറ്റിയും അവരുടെ അഴിമതിയെപ്പറ്റിയൊക്കെ അവരാ പറയുന്നത്, വേറൊരാൾ പറയുന്നതല്ല. അപ്പോൾ പാർട്ടിക്കകത്തുള്ള കൊള്ളരുതായ്മകളെ പാർട്ടിക്കാർ തന്നെ എതിർക്കുന്ന ഒരു രീതിയാണിത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, 2006 ഇലക്ഷനിൽ മുസ്ലിം ലീഗിലെ വലിയ ശതമാനം സ്ത്രീകളാണ് കുഞ്ഞാലിക്കുട്ടിയെയും ET മുഹമ്മദ് ബഷീറിനെയും MK മുനീറിനെയൊക്കെ തോൽപ്പിച്ചത്. 1957 നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ 8 മെമ്പർമാരുണ്ടായിരുന്നു. 2006 അത് 7 മെമ്പർമാരായി ചുരുങ്ങി. എന്താണ്? സ്വന്തം നേതാക്കന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഐസ്ക്രീം പാർലർ കേസായിരുന്നു. അപ്പോൾ അതുപോലെ സ്വന്തം നേതാക്കന്മാർ ഒരു പാഠം പഠിപ്പിക്കണം എന്ന തരത്തിൽ അണികളുടെ ഇടയിൽ ഒരു വിസ്ഫോടനം ഉണ്ടായി വരികയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലിപ്പോൾ സ്ഥാനമാനങ്ങളെ ചൊല്ലിയോ
അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള തർക്കങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അല്ലാതെ തന്നെ വലിയൊരു വിങ്ങൽ എല്ലാ ജില്ലകളിലും ഉണ്ട്. കാരണം പലതിനും മറുപടിയില്ല. അവരെങ്ങനെയാണ് ഒരു ചായപ്പീടിയയിൽ, അല്ലെങ്കിൽ ഒരു ബസ്സിൽ, അല്ലെങ്കിൽ ഒരു കല്യാണ പന്തലിൽ, ഒരു ട്രെയിനിൽ, ഒരു ഓഫീസിൽ സഹപ്രവർത്തകരോട് സംസാരിക്കുക? ഈ ചാനലിൽ ഇവർ ന്യായീകരിക്കുമ്പോൾ മനുഷ്യന് വർത്താനം പറയാൻ പറ്റില്ല. മനസ്സിലായി. അവർക്കിപ്പോ എന്തുകൊണ്ടാണ് ആ കാഫർ സ്ക്രീൻഷോട്ടിന്റെ ഉത്തരം കിട്ടാത്തത് എന്നതിനൊരു മറുപടി ഇല്ലല്ലോ. അത് അപ്പൊ അല്ലെങ്കിൽ വനിതാ മേയർ തിരുവനന്തപുരത്ത് ആ ബസ്സിന് എന്താണ് ചെയ്തത് എന്നുള്ളതിൻ്റെ CCTVയുടെ മെമ്മറി കാർഡ് എന്തുകൊണ്ട് കാണുന്നില്ല? മറുപടിയില്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ ഇതിനൊക്കെ മറുപടി വേണം. അപ്പൊ ജനാധിപത്യത്തെ പറ്റി വർത്തമാനം പറയും. ഇപ്പോൾ ബഹുമാനപ്പെട്ട അസ്കർ തൊഴിലാളി വർഗാധിപത്യത്തെ പറഞ്ഞു. 1952 ഞങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ചു, ഞങ്ങൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് എന്ന് എഴുതി കൊടുത്തിട്ടാണ് പാർട്ടിയുടെ നിരോധനം 48-ൽ വന്ന നിരോധനം നീക്കിയത്. അപ്പോൾ തൊഴിലാളി വർഗാധിപത്യമൊന്നും ജനാധിപത്യമല്ല. അപ്പോൾ അണികൾക്ക് ഇത് ബോധ്യമാവുന്ന രീതിയിൽ വർത്തമാനം പറയാൻ പോലും നേതാക്കന്മാർക്ക് പറ്റുന്നില്ല.